പാലക്കാട് കഞ്ചിക്കോടുള്ള രാജ്യത്തെ മദ്യ ഉൽപ്പന്ന നിർമ്മാണ കമ്പനി ഒയാസിസ് ബ്രൂവറിക്ക് ലൈസൻസ് അടക്കം അനുവദിച്ചത് ടെൻഡർ അടക്കം മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്ന് എക്സൈസ് മന്ത്രി എം ബി രാജേഷ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയതെന്നും എം ബി രാജേഷ് പറഞ്ഞു. എന്നാൽ അനുമതിക്ക് പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണവുമായി രമേശ് ചെന്നിത്തലയും മറ്റു പ്രതിപക്ഷ നേതാക്കളും രംഗത്ത് വന്നിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, പക്ഷെ ഗവൺമെന്റ് പുറത്തുപെടട്ടെ, അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഇത്തരം യൂണിറ്റുകൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ഇപ്പൊ ഇന്ന് പത്രത്തിൽ കണ്ടത് പബ്ബുകൾ അനുവദിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊന്നും. ഇതെന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? തന്നെയുമല്ല, അങ്ങനെ അനുവദിക്കണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളില്ലേ? പാരിസ്ഥിതിക പഠനം നടത്തണം. പ്ലാച്ചിപ്പട സമരം നടത്തിയ ഇടതുപക്ഷം പ്ലാച്ചിപ്പട സമരം നടത്തിയ ആളുകളാണ്, കൊക്കോക്കോള പൊട്ടിച്ച ആളുകളാണ്. അതേ സ്ഥലത്താണ് ഇവിടെ ഇപ്പോൾ കോടിക്കണക്കിന് ലിറ്റർ ഭൂഗർഭ ജലം ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിസ്റ്റിലറി ആരംഭിക്കാൻ പോകുന്നത്. ഈ കമ്പനിക്ക് മാത്രം എങ്ങനെ അനുമതി കൊടുത്തു? ഇത് ടെൻഡർ വിളിച്ചിട്ടുണ്ടോ? ടെൻഡർ നടപടികൾ എന്താണ്? എന്ത് മാനദണ്ഡമാണ് സർക്കാർ ഈ കമ്പനിക്ക് മാത്രം ഡിസ്റ്റിലറിയും ബ്രൂവറിയും അനുവദിക്കാൻ ഉള്ള അനുവാദം കൊടുത്തത്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണത്തിനായാണ് അനുമതി. ഇത് സംസ്ഥാനത്തെ മദ്യനയത്തിന്റെ ഭാഗമാണ്. പ്രദേശത്തും കൃഷിക്കും തൊഴിലവസരങ്ങൾക്കും ഇത് കാരണമാകും. എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് സർക്കാർ തീരുമാനമെന്നും എം ബി രാജേഷ് പറഞ്ഞു. കഞ്ചിക്കോട് എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, വൈനറി പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിനാണ് ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇന്നലെ മന്ത്രിസഭ അനുമതി നൽകിയത്. അനുമതിക്ക് പിന്നിൽ അഴിമതി ആരോപിച്ച് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നിരുന്നു. പാരിസ്ഥിതിക പഠനം നടന്നിട്ടുണ്ടോ എന്നും ഒയാസിസിന് മാത്രം എങ്ങനെ അനുമതി കിട്ടിയെന്നും ടെൻഡർ ക്ഷണിച്ചോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചിരുന്നു. 2018 ബ്രൂവറി അനുവദിക്കാൻ ഒളിച്ചും പാത്തും സർക്കാർ നീക്കം നടത്തിയിരുന്നു. അത് പ്രതിപക്ഷം പൊളിച്ചതാണ്. തുടർ ഭരണത്തിന്റെ അഹങ്കാരത്തിലാണ് പിണറായി സർക്കാർ വീണ്ടും ബ്രൂവറി അനുമതി നൽകിയതെന്നായിരുന്നു വി ഡി സതീശന്റെ വിമർശനം. 26 വർഷമായി സംസ്ഥാനത്ത് മദ്യനിർമ്മാണശാലകൾ അനുവദിക്കുന്നില്ല. ആരെങ്കിലും അപേക്ഷിച്ചാൽ മദ്യനിർമ്മാണശാലകൾ അനുവദിക്കേണ്ടതില്ലെന്നും 1999 നയപരമായ തീരുമാനം എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് നിരസിക്കുകയായിരുന്നു പതിവ്. ഇത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും എന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ .24 പാര 24 ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ നയത്തിനനുസരിച്ച് നടപടിയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്. മധ്യപ്രദേശ്, ഹരിയാന, അതുപോലെ രാജസ്ഥാൻ ഇവിടെയൊക്കെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് 10-20 വർഷമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള വളരെ വലിയ അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാപനം അപേക്ഷിച്ചു. എല്ലാ പരിശോധനകളും നടത്തി അവർക്ക് എല്ലാ നിയമവും അനുസരിച്ച് ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത്. മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനവുമാണിത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്രഖ്യാപിതമായ ലക്ഷ്യം പെട്രോളിനും ഡീസലിനും 25% വരെ എത്തനോൾ ബ്ലെൻഡിങ് 2025 ആകുമ്പോഴേക്കും കൊണ്ടുവരണം എന്നതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങളെ. അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയുമാണ്. ഇത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ്. സർക്കാരിന് ഈ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, 600 കോടി രൂപ പദ്ധതി വരികയാണ്. അത്രയും പേർക്ക് അവിടെ ജോലി കിട്ടും. അത് കാർഷികോൽപ്പന്നങ്ങൾക്ക് വലിയ വില വർദ്ധിപ്പിക്കാൻ ഇടയാക്കും, വില കിട്ടാനിടയാക്കും. ഇത്തരം താല്പര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ആയിക്കോട്ടെ, ബാക്കി ആരോപണം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉൾപ്പെടെ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുണ്ട്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉൾപ്പെടെ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുണ്ട്. ബാക്കി അവർ കേരള വാട്ടർ അതോറിറ്റിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലെല്ലാം വ്യക്തതയുണ്ട്. എക്സൈസ് കമ്മീഷണർ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചിട്ടുള്ളതാണ്. എല്ലാ നിയമവും അനുസരിച്ച് മാത്രമേ അവർക്ക് ആരംഭിക്കാൻ പറ്റൂ. അത് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിലവിലുള്ള എല്ലാ നിയമങ്ങളും അനുസരിച്ച് എന്നതാണ്.